അഫാൻ മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് ബന്ധു അന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. പ്രതിയുടെ മാതാവ് ഷമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും നേരിട്ട് സംസാരിച്ചെന്നും ബന്ധു പറഞ്ഞു. മുമ്പ് വീട്ടിൽ വെച്ച് എലി വിഷം കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എലിയെ കഴിക്കാൻ വെച്ചിരുന്ന അന്ന് മെഡിക്കൽ കോളേജിൽ ഞാനുണ്ട് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അല്ല അങ്ങനെ അന്ന് മൊബൈലിൻ്റെ ഇത് 3 മൊബൈൽ ഇത് ആയില്ല. നല്ല 5-6 എല്ലാം പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വിഷയം എന്തോ പറഞ്ഞത് അതിനടുത്ത് കഴിച്ചു, ഇത്രേ ഉള്ളൂ. വേറെ ഇല്ല, ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ അറിവില്ല. ഇല്ല, ഞാൻ എൻ്റെ ആരും പറഞ്ഞിട്ടും അവൾ ആ സംസാരം അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറേ ചെവി അടുത്ത് പിടിച്ച് സംസാരിച്ച് അവൾ കരയും. എന്നെ കണ്ടപ്പോൾ കരയും. അഫാനെ ചോദിക്കുകയും ചെയ്തു. കൊച്ചുമോന മാമച്ചി മോനഞ്ഞ് കൊണ്ടുവരണം, രണ്ടാമത്തെ കുട്ടിയെ മോനഞ്ഞ് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം ഷമി. സ്വാതന്ത്ര്യ സാജുവും RB സനൂപും ചേരുന്നുണ്ട്. ആദ്യം സ്വാതന്ത്ര്യയിലേക്ക്. സ്വാതന്ത്ര്യ, എപ്പോഴാണ് ഈ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കൊണ്ടുവന്ന് സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഒപ്പം പോലീസ് പറയുന്ന കാര്യങ്ങൾ? ധന്യ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്ന് വരികയാണ്. അതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ 5 പേരുടെ സംസ്കാരം ഒരു സ്ഥലത്താണ് നടക്കുക. ഈ സൽമ ബീവിയുടെയും അതുപോലെ തന്നെ അഹ്സാന്റെയും ലത്തീഫിന്റെയും ഈ ലത്തീഫിന്റെ ഭാര്യയാണ് ഷാഹിദയുടെയും മൃതദേഹം പാങ്ങോട് ജുമാ മസ്ജിദിലാണ് നടക്കുക. ഇവർ 4 പേരും ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ്. ഇനി ഈ മരിച്ചിരിക്കുന്നതിൽ ഒരേ ഒരാളാണ് ഈ കുടുംബത്തിന് പുറത്തുള്ളയാൾ. അത് ഈ പ്രതിയുടെ പെൺ സുഹൃത്തായിരുന്ന ഫർസാനയുടേതാണ്. ഫർസാനയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് ചെറിയൻകീഴുള്ള കാട്ടുമുറാക്കലിലായിരിക്കും ഈ ഫർസാനയുടെ മൃതദേഹം സംസ്കരിക്കുക. അങ്ങനെ 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അതിൽ ഈ ലത്തീഫിന്റെയും ഭാര്യയുടെയും ഈ സൽമ ബീവിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. അവരുടെ ഈ ലത്തീഫിന്റെയും ഷാഹിദയുടെയും പൊതുദർശനം അവരുടെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവരുടെ മൃതദേഹം ഈ വീട്ടിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. നിലവിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ IG സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക സംഘത്തെയൊക്കെ തന്നെയും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേഷനിൽ ഇപ്പോൾ IG അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ DYSP, നെടുമങ്ങാട് DYSP ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇപ്പോൾ ഇവിടെ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത്. നേരത്തെ IG മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊലയ്ക്കെല്ലാം പിന്നിൽ ഒരാളാണ് എന്ന് ഇപ്പോൾ കണ്ടെത്താനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം, അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഇന്നലെയൊക്കെ തന്നെ FIR വന്നതാണ്. മാരകമായൊരു ആയുധം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഒരു പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ആ പരിക്കിലാണ് എല്ലാവരും മരിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആയുധത്തിന്റെ കാര്യമൊക്കെ തന്നെയും ഇപ്പോൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇനി ഇപ്പോൾ ബാക്കിയാകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്നാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. അതിനുവേണ്ടിയുള്ള അന്വേഷണം തന്നെയാണ്. പ്രാഥമികമായി ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വിവരം ഇന്ന് പുറത്തു വന്നത് എന്ന് പറയുന്നത് തന്നെ ഈ പ്രതി ലഹരിക്ക് അടിമയാണ് എന്നുള്ള കാര്യം തന്നെയാണ്. ഏത് തരത്തിലുള്ള ലഹരിയാണ് അയാൾ ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ നിലവിൽ പോലീസിന് ആയിട്ടില്ല. ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളാണോ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. താൻ ഈ കൊലപാതകത്തിന് ശേഷം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഈ പ്രതി പോലീസിനോട് പറഞ്ഞതായി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മദ്യപാനത്തിനപ്പുറത്തേക്കുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഈ പ്രതി എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഇയാളുടെ രക്തസാമ്പിളും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായി പരിശോധന നടത്തിയാൽ മാത്രമാകും ഏത് തരം ഡ്രഗാണ് അല്ലെങ്കിൽ ഏത് തരം ഇത്തരത്തിലുള്ള മയക്കുമരുന്നാണ് ഇയാൾ ഉപയോഗിക്കുന്നത് എന്ന്, ഈ ലഹരിയാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. അപ്പോൾ ഈ ലഹരിക്ക് അടിമയായതിൻ്റെ പേരിൽ മാത്രമാണോ ഈ കൊലപാതകം നടത്തിയത്? ഇത്തരത്തിൽ 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ലഹരിക്ക് അടിമയായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ലഹരിയിൽ നിന്നുണ്ടായ ഒരു ഉന്മാദത്തിൻ്റെ പുറത്ത് ചെയ്തതാണോ എന്ന് നമുക്കൊരിക്കലും പൂർണ്ണമായും പറയുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യം ഇതിന് പിന്നിലുണ്ടായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിലൊരു കൊലയ്ക്ക് പിന്നിലെന്നാണ് ഈ പ്രതി പറയുന്നത്. പക്ഷേ അച്ഛൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മകൻ എങ്ങനെ കൊല ചെയ്യാൻ സാധിക്കും? അത് ആയിരിക്കില്ല എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. പിന്നെ മറ്റൊരു സംശയമുള്ളത് എന്ന് പറയുന്നത് ഈ പെൺസുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണ്. അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംശയമാണ്. പക്ഷേ അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന് ആദ്യ മണിക്കൂറിലൊക്കെ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നെങ്കിലും പിന്നീട് 2 വീട്ടുകാർക്കും ഇവരുടെ ബന്ധത്തെപ്പറ്റി അറിയായിരുന്നു. 2 വീട്ടുകാർക്കും അങ്ങനെ വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇവരുടെ ബന്ധത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്നും ആകാൻ സാധ്യതയില്ല കാരണം എന്നാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലെ മോട്ടീവ്? ഒരു കൊല, 5 പേരെ ഇത്തരത്തിൽ, അതും ഏറ്റവും വേണ്ടപ്പെട്ട 5 പേരെ കൊല ചെയ്യാൻ വേണ്ടി, അത് 6 പേരെ കൊല ചെയ്യാനാണ് പ്രതി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിൽ അമ്മ മരിച്ചിരുന്നില്ല. ഏറ്റവും ആദ്യം ഈ ഇത്തരത്തിലൊരു കൊടും ക്രൂരതയ്ക്ക് ഇരയായത് ഇയാളുടെ അമ്മ തന്നെയായിരുന്നു. പക്ഷേ അവരാണ് ഏറ്റവും അവസാന നിമിഷം വരെയും പൊരുതി നിന്ന്
ഒരു ജീവന്റെ തുടിപ്പ് അവസാനം പോലീസ് എത്തുന്ന മണിക്കൂറിൽ ഉണ്ടായിരുന്നത് അവർക്ക് മാത്രമാണ്. ബാക്കി എല്ലാവരും മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ലത്തീഫിന്റെയും അതുപോലെ തന്നെ ഷാഹിദയുടെയും വീട്ടിൽ പോയതാണ്. ഇവരുടെ ഈ പ്രതിയുടെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുമാണ് ലത്തീഫും ഷാഹിദയും. നമ്മൾ അവിടെ പോയപ്പോഴേക്കും പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏതാണ്ട് ഒരു 7-8 മണിയോടുകൂടിയാണ് ഇവർക്ക് ഈ മൃതദേഹം കാണുന്നത്. 7-7:30 ആയപ്പോഴാണ് പോലീസ് ഇവിടെ എത്തി ഈ മൃതദേഹം പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിൽ കയറി കണ്ട ആളുകൾ പറയുന്നത് അപ്പോൾ തന്നെ ഈ രക്തമൊക്കെയും കട്ട പിടിച്ചു പോയിരുന്നു. അതായത് കുറേ സമയമായി. അപ്പോൾ അവർ മരിച്ചിട്ട് തന്നെ അത്രയും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പോലീസും അതുപോലെ തന്നെ ഡോക്ടർമാരും ഒക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞത് ആ കൊല നടന്നിട്ട് ഏതാണ്ട് 3 മണിക്കൂർ അപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ അത്രയും മണിക്കൂറുകളായി. ഏതാണ്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ഒരു 8 മണിക്കൂർ, ആ സങ്കീർണമായ 8 മണിക്കൂറിൽ ഈ 23 വയസ്സുകാരനായ ചെറുപ്പക്കാരന്റെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നുപോയത്. അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ സ്വന്തം അമ്മയെയും 10 വയസ്സ് പ്രായവ്യത്യാസമുള്ള സ്വന്തം അനിയനെയും, 10 വയസ്സ് പ്രായവ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി പ്രായവ്യത്യാസമുള്ള ഈ ചേട്ടനും അനിയനുമാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം സ്നേഹമായിരിക്കും. കാരണം 10 വയസ്സുള്ളപ്പോൾ അറിവായതിനു ശേഷം ഉണ്ടായ ഒരു അനിയനാണ്. കുഞ്ഞിന്റെ ജന്മം മുതൽ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ ഒരു ചേട്ടനായിരിക്കും. അത് മാത്രമല്ല പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട് ഈ ചേട്ടൻ അനിയനെ അത്രത്തോളം സ്നേഹമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇയാളുടെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെയും അനിയനുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്നേഹിച്ച് ലാളിച്ച് ഓവനിച്ച് വളർത്തിയ ഒരു 13 വയസ്സുകാരനായ അനിയനെ കുഴിമന്തി വാങ്ങിക്കൊടുത്ത ശേഷം തലയ്ക്കടിച്ച് കൊല്ലുക എന്ന് പറയുന്നതിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. എന്തിനാണ് ആ കൊടും ക്രൂരത ചെയ്തത്? അത് മാത്രമല്ല അമ്മയോട് പൈസ ആവശ്യപ്പെട്ടത് കൊടുക്കാതിരുന്നപ്പോൾ അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അത് നടക്കാതെ വന്നപ്പോൾ പിന്നീട് വാ പൊത്തിപ്പിടിച്ച ശേഷം തലയ്ക്കടിച്ചു കൊല്ലുന്നു. അച്ഛൻ്റെ അമ്മയെ, അവർക്ക് ഈ ഏറ്റവും ഇളയ മൂത്ത മകനായിരുന്നത് കൊണ്ട് തന്നെ ഈ പ്രതിയായ അഫാനോട് വളരെ സ്നേഹമായിരുന്നു ഈ സൽമ ബീവിക്ക് ഉണ്ടായിരുന്നത് എന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അടുത്ത് ചേർന്ന് നിന്ന മനുഷ്യരെ ഒക്കെയാണ്, അല്ലെങ്കിൽ സ്വന്തമായ രക്തബന്ധത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ കൊന്നുകളയാൻ വേണ്ടി എന്ത് സങ്കീർണതയാണ് ആ 8 മണിക്കൂറിലെ ചെറുപ്പക്കാരൻ ഉണ്ടായത് എന്നുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പ്രതി ആരാണ്, അല്ലെങ്കിൽ പ്രതി ഇങ്ങോട്ടേക്ക് വന്ന് താനാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോഴും അതിന് പിന്നിലുള്ള ഒരു കാരണം എന്താണ് എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ഈ മറ്റൊരു കാര്യം തന്നെ ഈ കൊലപാതക പരമ്പര നോക്കുകയാണെങ്കിൽ ഈ കൊലപാതകത്തിൽ കുടുംബത്തിന് പുറത്തുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് ഇയാളുടെ പെൺ സുഹൃത്തായ ഫസാനയാണ്. അപ്പോൾ ഈ എന്തിനാണ് അവരെ കൊന്നത്? ഈ പ്രതി പറയുന്നത് പ്രകാരമാണെങ്കിൽ താൻ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്ത് ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അവൾ ഒറ്റപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ എല്ലാ സ്നേഹിച്ച് കൂടെ നിർത്തിയിരുന്ന എല്ലാ മനുഷ്യരെയും ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു ലഹരി മാത്രമാണോ അതിന് പിന്നിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പക, സാമ്പത്തികമോ ലഹരിയോ ഒക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പക ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുക തന്നെയാണ് ധന്യ ഇപ്പോൾ പോലീസ് പ്രധാനമായി ചെയ്യുന്നത്. പ്രത്യേക സംഘം രൂപീകരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു വരുന്നത്. ഇപ്പോൾ ഈ പ്രതിയുടെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അയാളെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 1-ാം വാർഡിലാണ് ഇയാളുള്ളത്. ഈ ഡോക്ടർമാർ പറയുന്ന പ്രകാരമുള്ള ചികിത്സയ്ക്കൊന്നും അയാൾ നിന്ന് കൊടുക്കുന്നില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ചികിത്സയൊക്കെ തന്നെയും നിരസിക്കുകയാണ് എങ്കിൽ പോലും മുൻപോട്ടേക്കുള്ള ഇനിയുള്ള യാത്രയിൽ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തിന് ഇയാൾ ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആകെ ഇതറിയാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ഇയാളുടെ അമ്മയാണ്. ഇവർ തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിലാണ് അവർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഈ ഒരു സംഭവത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തി അവരാണ്. അപ്പോൾ ഇനി അവർ ഒന്ന് രക്ഷപ്പെട്ട് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അവർ ഒന്ന് മെച്ചപ്പെട്ട് വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിനടക്കം വ്യക്തമാകുകയുള്ളൂ.